ഷൈജു തുടരുക. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി KR സാജു കൂടെ ചേരുന്നുണ്ട്. സാജു, ഷൈജു സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ സതീശന് അതൃപ്തി അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ തണുപ്പിക്കുന്ന ഒരു മയപ്പെടുത്തുന്ന സമീപനം, തങ്ങൾ ഇരുവരും തമ്മിൽ പ്രശ്നമില്ല എന്നുള്ള സമീപനമാണ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അതേസമയം ഈ സമരാഗ്നി ജാഥയൊക്കെ ഇരുവരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ആ ജാഥയുടെ കൂടെ ഒരു ശോഭ കെടുത്തുന്ന ഒരു സമീപനമായി പോയില്ലേ? അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്, അതിനെയൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? CPM അടക്കം മന്ത്രിമാരടക്കമുള്ളവരൊക്കെ പ്രതികരണവുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ടാകുകയും ഇപ്പോൾ രണ്ടുപേരും തണുപ്പിച്ചുകൊണ്ട് വളരെ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുകയാണ് ഇപ്പോൾ സതീശൻ ചെയ്തത് എന്ന് ഷൈജു സൂചിപ്പിക്കുകയുണ്ടായി. അതാണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ മറുപടി പറഞ്ഞ് ഒരു രാഷ്ട്രീയക്കാരന്റെ എല്ലാ മെയ്വഴക്കത്തോടും കൂടിയാണ് ഇപ്പോൾ സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഉള്ളിൽ അങ്ങനെയല്ല, കടുത്ത അതൃപ്തിയുണ്ട്. ഈ രീതിയിലുള്ള പ്രയോഗം നടത്തിയതിലും ഇങ്ങനെ അസ്വസ്ഥമായ സമീപനത്തിലും കെ സുധാകരന്റെ സമീപനത്തിലുമൊക്കെ സതീശന് കടുത്ത അതൃപ്തിയുണ്ട്. അത് ACC നേതൃത്വത്തോട് പങ്കുവച്ചിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാമെന്ന് ACC നേതൃത്വം തന്നെ പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാൽ കെ സുധാകരനോടും PD സതീശനോടും സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ കെ സുധാകരൻ വന്നുകൊണ്ട് ഒരു വിശദീകരണം നൽകിയത്, കാര്യങ്ങളെ കൂടുതൽ മയപ്പെടുത്തിക്കൊണ്ടുള്ള വിശദീകരണം നൽകിയത്. അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അതിനെ ഒരു രാഷ്ട്രീയക്കാരന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള മെയ്വഴക്കത്തോടു കൂടി സതീശൻ അതിനെ കൈകാര്യം ചെയ്യും. പൊതുസമൂഹത്തിൽ നിന്നും ആ ചർച്ചയെ അവസാനം കുറിക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് മുന്നൊരുക്കവുമായി നടത്തുന്ന സമരാഗ്നിയാണ് രണ്ടുപേരും ചേർന്ന് നയിക്കുന്നത്. അതിന്റെ ശോഭ കെട്ടുപോകാൻ അവർ രണ്ടുപേരും ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുമില്ല. അതിനാൽ തന്നെ അതൃപ്തികൾ പുറത്തു കൂടുതൽ ചർച്ചയാകുന്നതിനുള്ള അവസരത്തെ അടയ്ക്കുക, അതിന്റെ എല്ലാ പഴുതുകളെയും അടയ്ക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ടുപേരും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. പഴി മാധ്യമങ്ങളുടെ തലയിലേക്ക് ചാരാൻ ഇരുവരും ഒരുപോലെ ശ്രമിക്കുകയും ചെയ്യുന്നുമുണ്ട്. പക്ഷെ ആ വാചകങ്ങൾ, സുധാകരൻ നടത്തിയ അസ്വസ്ഥമായ വാചക പ്രയോഗങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തതാണ്. സ്വാഭാവികമായും പാർട്ടി അണികൾക്കിടയിൽ, പാർട്ടി നേതാക്കൾക്കിടയിലുമൊക്കെ ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ ഉണ്ടാവേണ്ടത്, അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ ഇരുവരുടെയും ബാധ്യതയായി മാറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ പുറമേക്ക് തണുപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നത്. തീർച്ചയായും സുധാകരന്റെ പ്രതികരണത്തിൽ ആദ്യഘട്ടത്തിൽ അതൃപ്തി അറിയിച്ച് സതീശൻ രംഗത്തെത്തിയെങ്കിലും ഹൈക്കമാൻഡിന്റെ ഒക്കെ ഇടപെടലോടുകൂടി ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ള ഒരു മട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം അടക്കം ശ്രമിക്കുന്നത്. ഷൈജുവും അതോടൊപ്പം KR സാജുവുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.